ഫ്ലോട്ടിംഗ് ഡിവൈസസ് സാധാരണമായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. അതായത് ഇംപ്രൊവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസും സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസും. സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൈഫ് ബോയ, ലൈഫ് ജാക്കറ്റ് എന്നിവയാണ്. എന്നാൽ ഇംപ്രൊവൈസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്ഥലങ്ങളിൽ നിന്ന് അപകടമുണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് രക്ഷപ്പെടുവാൻ, വെള്ളത്തിലൂടെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്നതാണ്. സ്വിമ്മിങ് ആൻഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ലാഷിംഗ് ആണ് സ്ക്വയർ ലാഷിംഗ്. സ്ക്വയർ ലാഷിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് പോളും അതുപോലെ തന്നെ ക്രോസായിട്ട് വെർട്ടിക്കലായിട്ട് വെക്കുന്ന പോളിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പോൾ എന്നാണ് പറയുക. രണ്ടാമത് പാരലായിട്ട് വെക്കുന്നതിനെ നമ്മൾ ലെഡ്ജർ എന്നാണ് പറയുക. അപ്പോൾ സ്റ്റാൻഡേർഡ് പോളിനെയും ലെഡ്ജറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ലാഷിംഗ് അല്ലെങ്കിൽ കെട്ടാണ് നമ്മൾ സാധാരണ സ്ക്വയർ ലാഷിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡ് പോളിൻ്റെ കെട്ടാൻ അല്ലെങ്കിൽ പാരലായിട്ട് വയ്ക്കാൻ നോക്കുന്ന ആ സ്റ്റാൻഡേർഡ് പോളിൽ ഒരു ക്ലോഹിച്ച് ചെയ്യുന്നു. ഒരു ക്ലോഹിച്ച് ഇടുന്നു. ക്ലോഹിച്ചിട്ട് സ്റ്റാൻഡേർഡ് പോളിൽ ബലപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന കയറ് അതായത് ഈ ഭാഗത്തേക്ക് ചുറ്റുന്നു. ഇതിനെ മാരി ചെയ്യുക എന്നാണ് പറയുക. മാരി ചെയ്തതിന് ശേഷം നമ്മൾ പാരലായിട്ട് വയ്ക്കാൻ പോകുന്ന ഈ ലെഡ്ജർ എടുത്ത് ഇതിലെന്ത് ചെയ്യുന്നു? ഘടിപ്പിക്കുന്നു. ആയതിനു ശേഷം ഇതിനെ ചുറ്റി ഇങ്ങനെ 3 അല്ലെങ്കിൽ 4 ചുറ്റുകൾ നമ്മൾ ഈ ലെഡ്ജറിനെയും സ്റ്റാൻഡേർഡ് പോളിനെയും ബന്ധിപ്പിച്ച് ചെയ്യേണ്ടതാണ്. അകവശം വരുന്ന സമയത്ത് അകത്തേക്ക് ഈ അകത്തേക്കും അതുപോലെ തന്നെ പുറഭാഗത്ത് ലെഡ്ജറിൻ്റെ ഭാഗം പുറത്തേക്കും 3-4 ചുറ്റുകൾ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഈ ചുറ്റിനെ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിന് പറയുന്ന പേര് ഫ്രാപ്പിംഗ് എന്നാണ്. ഈ ചുറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ടൈറ്റ് ചെയ്യും. 4 റൗണ്ട് ചെയ്തതിന് ശേഷം 4 എവിടെയാണോ ഫിനിഷ് ആകുന്നത് അവിടെ ലെഡ്ജറിൽ ക്ലോഹിച്ചിടും. ടൈറ്റ് ചെയ്തു. ഇതാണ് സ്ക്വയർ ലാഷിംഗ്. അടുത്തതായിട്ട് റൗണ്ട് ലാഷിംഗ്. ഇതും സ്വിമ്മിങ് ആൻഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസിലെ പോട്ട് വാട്ടർ എയ്ഡ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മുടെ വീടുകളിലുള്ള ഏതെങ്കിലും ഭാഗത്തെ ഏതെങ്കിലും തൂണുകൾ അതിന് ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു തൂണ് ചേർത്ത് കിട്ടുന്നതിനും നമുക്ക് ഈ റൗണ്ട് ലാഷിംഗ് ഉപയോഗിക്കാം. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പോളിൽ ഒരു ക്ലോഹിച്ചിടുക. അതിനുശേഷം നമ്മൾ ഇവ രണ്ട് തമ്മിൽ ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ മാരി ചെയ്യുക. ആയതിനു ശേഷം നമ്മൾ ഇവയെ ചേർത്ത് ചുറ്റുന്നു. ഒരു 6 തവണ നമുക്ക് ചുറ്റാവുന്നതാണ്. 6 തവണ. ഓവർലാപ്പിംഗ് വരാതെ വേണം ഈ ലാഷിങ്ങിലെ ചുറ്റുകളെല്ലാം വരാനായിട്ട്. ഇത് രണ്ടും ചേർന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു വെഡ്ജ്, അതായത് നമ്മൾ ആപ്പ് എന്ന് പറയുന്ന സാധനം ഇവിടെ വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ 6 ചുറ്റായി കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ ചുറ്റിനെ നമ്മൾ ഫ്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ ചുറ്റിനെ ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റേണ്ടതാണ്. ഇങ്ങനെ അതായത് 6 റൗണ്ട്സും 3 ഫ്രാപ്പിംഗ്. അതാണ് നമ്മൾ സാധാരണയായിട്ട് റൗണ്ട് ലാഷിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം അതിനടുത്തായിട്ട് തന്നെ 3 ഫ്രാപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു ക്ലോവിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അത് എവിടെയാണോ തീരുന്നത് ആ ഭാഗത്ത്. സ്റ്റാൻഡേർഡ് പോളിലാണെങ്കിൽ അവിടെ ചെയ്യാം. അല്ലാതെ നമുക്ക് എക്സ്റ്റൻഷൻ പോളിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അതായത് എക്സ്റ്റൻഷൻ പോൾ എത്ര ലെങ്ത് ആണോ ഉള്ളത് അതിൻ്റെ 1/3 സ്റ്റാൻഡേർഡ് പോളിനോടൊപ്പം ചേർത്ത് കെട്ടിയിരിക്കണം. അതിന് ഇപ്പോൾ ലെങ്ത് കൂടുതലാണെങ്കിൽ ഇവിടെ 3 ലാഷിംഗ് ഉപയോഗിക്കാം. ഇവിടെ റൗണ്ട് ലാഷിംഗ് ഉപയോഗിക്കുന്നു. മുകളിലും ചെയ്യണം, സെൻറ്ററിലും ചെയ്യണം. ഇതാണ് റൗണ്ട് ലാഷിംഗ്. ബോട്ടിൽ ജാക്കറ്റ് എന്ന് പറയുന്നത് കയറും അതുപോലെ തന്നെ ഒരു ഏകദേശം 8 മുതൽ 8 അതിലധികമോ ബോട്ടിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇംപ്രൊവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസാണ്. അതിന് ഒരാൾക്ക് മാത്രം ഒരു സമയം രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നതാണ് ഈ
പറയുന്ന ലൈഫ് ജാക്കറ്റ്. ഇത് സ്റ്റാൻഡേർഡ് സാധനം, ഇത് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന ബോട്ടിലുകളും ഒന്നോ രണ്ടോ പിടി ചകിരി കൊണ്ടുണ്ടാക്കിയ ഏറ്റവും കനം കുറഞ്ഞ കയറുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു ഉപകരണമാണ് ബോട്ടിൽ ജാക്കറ്റ്. ബോട്ടിൽ ജാക്കറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് 8 അതിലധികമോ 8 9 1 ലിറ്ററിൻ്റെ ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ 5 മുതൽ 5 6 2 ലിറ്ററിൻ്റെ ബോട്ടിലുകളോ ഉപയോഗിക്കാം. അതിന് ഒരു കേടുപാടും ഉണ്ടാകാൻ പാടില്ല. ഇതിന് കറക്റ്റ് അടപ്പുണ്ടാകണം. ബോട്ടിലിന് ചോർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ആദ്യമായി ചെയ്യേണ്ടത് ആ എടുക്കുന്ന ഒരു പിടി ചകിരി കൊണ്ടുണ്ടാക്കിയ ഏറ്റവും കനം കുറഞ്ഞ കയറിനെ തുല്യ ഭാഗങ്ങളായിട്ട് തിരിക്കുക. അതിൻ്റെ മടക്ക് ഭാഗത്ത് നിന്ന് ഏകദേശം 1 അടി മാറി ഒരു തമ്പിനോട്ടിടുക. ഒരു 2 കയറും ചേർത്ത് ഒരു തമ്പിനോട്ടിട്ടു. എന്നിട്ട് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ആദ്യത്തെ ബോട്ടിലെടുക്കുക. ബോട്ടിലെടുത്തതിന് ശേഷം ഇതിൻ്റെ ഏകദേശം 2 ഭാഗം കഴിയുന്ന ഭാഗത്ത് ഒരു ക്ലോ വെച്ചിടുക. ഇതൊരു ക്ലോസ്ഡ് ഒബ്ജക്റ്റിൽ എങ്ങനെയാണോ ഒരു റോപ്പ് അടിയിലൂടെ എടുത്ത് അതിൻ്റെ ബോട്ടിൻ്റെ അതായത് നമ്മുടെ കൈയുടെ പുറകു ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ബോട്ടിൻ്റെ മുകളിലേക്കിടുക. ആയതിനു ശേഷം 2 കയറും എന്ത് ചെയ്യുക, വലിച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. ബോട്ടിൽ കേടാകാത്ത തരത്തിൽ പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ആയതിനു ശേഷം ഒരു ഹാഫ് ഇഞ്ച് മറ്റേ കയറിനെ ചുറ്റിക്കൊണ്ടൊരു ഹാഫ് ഇഞ്ച് ഇടുക. എന്നിട്ടൊന്ന് പതുക്കെ ടൈറ്റ് ചെയ്യുക. ദെൻ അടുത്ത ബോട്ടിലെടുക്കുക. അതുപോലെ തന്നെ ക്ലോസ് ഇടുക. ടൈറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു ഹാഫ് ഇഞ്ച്. ഈ ക്രമത്തിൽ ഇങ്ങനെ 8 ബോട്ടിലും വയ്ക്കുക. 8 ബോട്ടിലും ക്ലോവിച്ച് ഹാഫ് ഇഞ്ച് എന്ന ക്രമത്തിൽ വന്നതിന് ശേഷം അവസാനത്തെ ബോട്ടിലിൽ ക്ലോവിച്ച് ഹാഫ് ഇഞ്ച് ഇട്ടതിന് ശേഷം ഈ 2 കയറുകളെയും ചേർത്തുകൊണ്ട് ഒരു തമ്പ് നോട്ടിടും. ഈ തമ്പ് നോട്ടിന് മറ്റൊരു പേരുകൂടിയുണ്ട്, സ്റ്റോപ്പർ നോട്ട്. ഈ സ്റ്റോപ്പർ നോട്ട് എന്ന് പറയുന്നത് ഈ വന്ന ചുറ്റുകളെയെല്ലാം ഈ ഒരൊറ്റ കെട്ടിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. ഇനി ഈ കെട്ടുകളെല്ലാം ടൈറ്റായി മാറി. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോപ്പർ നോട്ട് എന്നുകൂടി വിളിക്കുന്നത്. അടുത്തതായിട്ട് മറ്റൊരു റോപ്പ് എടുക്കുക. ആ റോപ്പിൻ്റെ മധ്യഭാഗത്തിന് ഏകദേശം 1 അടി അല്ലെങ്കിൽ 1.5 അടി മാറിയതിന് ശേഷം അവിടെ ഒരു തമ്പ് നോട്ട് ഇടുക. തമ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ കെട്ടിവെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ ഒരറ്റത്തെ വീണ്ടും എടുത്തു. നേരത്തെ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ ആ ലൂപ്പ് വരത്തക്ക രീതിയിൽ വന്നു. ആ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ വീണ്ടും നമ്മളൊരു ക്ലോ വെച്ചിടുക. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് ഇടുക. ഹാഫ് ഇഞ്ച് ഇട്ട് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു തമ്പ് നോട്ട് ഇടുക. അതായത് സ്റ്റോപ്പർ നോട്ട് കൂടി ഇടുന്നു. ഈ സ്റ്റോപ്പർ നോട്ടിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ ഭാഗത്ത് ഈ വലിപ്പമുണ്ട്. അപ്പോൾ ഈ വലിപ്പത്തിന് ഈക്വലായിട്ട് ഈ അടപ്പുകൾ ചേർന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സ്റ്റോപ്പർ നോട്ട് അധികമായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത 2ാമത്തെ ബോട്ടിലിൽ വീണ്ടും ക്ലോവിച്ച് ആ ക്ലോവിച്ച് ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാഫ് ഇഞ്ച് ഇടുന്നു. വീണ്ടും ഒരു തമ്പ് നോട്ട്. അവസാനത്തെ ബോട്ടിലിൻ്റെ നെക്കിൽ ക്ലോവിച്ച് ഹാഫ് ഇഞ്ച്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്തതുപോലെ ഒരു തമ്പ് നോട്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പർ നോട്ടിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് ധരിച്ചു കഴിഞ്ഞാൽ 80 90 ഒക്കെ അല്ലെങ്കിൽ 100 കിലോയേക്കാൾ വെയിറ്റുള്ള ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിനും അത്യാവശ്യം നീന്തുന്നതിനും ഇത് ഉപയോഗിച്ച് സാധിക്കും. ധരിക്കുന്നത് ഈ മെത്തേഡിലാണ്. ഈ ലൈഫ് ജാക്കറ്റിന് ഈക്വലാണ്, ഏകദേശം ഈക്വലാണ് ഈ പറയുന്ന ഇംപ്രൂവൈസ്ഡ് സ്വിമ്മിങ് ആൻഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആയിട്ടുള്ള ബോട്ടിൽ ജാക്കറ്റ്.
രണ്ടാമത്തെ പോട്ട് വാട്ടർ വിങ് ആണ്. പോട്ട് വാട്ടർ വിങ് എന്ന് പറയുന്നത് 2 കുടവും ആ കുടത്തിൻ്റെ വായ്ഭാഗം മൂടിക്കെട്ടാൻ ആവശ്യമായ പ്ലാസ്റ്റിക് പേപ്പർ, കുറച്ച് കയർ, അതായത് ഒരു 6 മീറ്ററോളം നീളമുള്ള ഒരു കയർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരാൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ഇതുപോലത്തെ 2 സ്റ്റീലോ ലോഹനിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ കുടം, ഇതിൻ്റെ വായ്ഭാഗം വെള്ളം കയറാതിരിക്കുന്നതിനായിട്ട് വായ്ഭാഗം മൂടിക്കെട്ടുന്നതിനാവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് കവറ്, അത് ടൈറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ട കയറ്, അതിനുശേഷം ഈ 2 കുടങ്ങളെയും അല്ലെങ്കിൽ 2 കലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഏകദേശം ഒരു 4 മീറ്റർ നീളമുള്ള കയർ. ഇനി ഇതെങ്ങനെയാണ് കെട്ടേണ്ടത്? ആദ്യം നമ്മൾ പ്ലാസ്റ്റിക് പേപ്പർ ഇതിൻ്റെ വായ്ഭാഗത്ത് വെച്ച് ഒരു കയറ് കൊണ്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് കെട്ടുന്നു. കയറിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് അല്പം കനമുള്ള കയറാണ്, വണ്ണമുള്ള ഏകദേശം 1 ഇഞ്ചെങ്കിലും ചുറ്റളവുള്ള കയറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല പെയിന് ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഒരു കുടത്തിൽ ക്ലോവിച്ചിടുന്നു. ക്ലോവിച്ച് ഇട്ട് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്യും. എന്നിട്ട് ഇത് മറ്റേ റോപ്പിൽ ഒന്ന് ചുറ്റിയെടുക്കുക. അതായത് നേരത്തെ പറഞ്ഞ ചുറ്റലിൻ്റെ പേരാണ് ഹാഫ് ഈച്ച്. ഒരു ഹാഫ് ഈച്ച് ഇവിടെ ഇടുന്നു. ഹാഫ് ഈച്ച് ഇട്ടതിന് ശേഷം ഇതിനെ പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതിനെ ഈ റോപ്പുകൾ തമ്മിൽ മാരി ചെയ്യും, ചുറ്റിയെടുക്കും. ഏകദേശം 1.5 അടി ഓളം നമ്മൾ ദൂരത്തിൽ അടുത്ത് ഇങ്ങനെ ചുറ്റിയെടുക്കുക. 1.5 അടിയോളം മാരി ചെയ്തതിന് ശേഷം 2 റോപ്പുകൾ തമ്മിൽ നമ്മൾ ഒരു ചേർത്ത് കൊണ്ട് ഒരു തമ്പ് നോട്ട് അഥവാ സ്റ്റോപ്പർ നോട്ട്, ഈ മാരി ചെയ്ത ഭാഗം ഇളകിപ്പോകാതിരിക്കുന്നതിനായിട്ട് ഒരു സ്റ്റോപ്പർ നോട്ട് ഇതാ ഇട്ടു. ഈ 1.5 അടി തന്നെ എല്ലാവർക്കും വേണമെന്നില്ല. അതിന് സ്റ്റോപ്പർ നോട്ട് ഇട്ടതിന് ശേഷം അടുത്ത കുടമെടുക്കുക. ആ കുടത്തിൽ വീണ്ടും ഒരു ക്ലോവിച്ചിടുക. ടൈറ്റ് ചെയ്തതിന് ശേഷം റീഫ് നോട്ടോ സ്റ്റോപ്പർ നോട്ടോ ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ റീഫ് നോട്ട് ഇട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം നീളം കൂടിയുള്ള ഭാഗം ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഒന്നുകിൽ ഈ റോപ്പുകൾ മുഴുവൻ ഇതിൽ ഈ മാരി ചെയ്ത ഭാഗത്ത് ചുറ്റി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ റോപ്പ് കട്ട് ചെയ്ത് മാറ്റുക. ഇതിൽ ഒരാൾക്ക് മാത്രമേ ഒരു സമയം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഒരാൾക്ക് ഉപയോഗിച്ചതിന് ശേഷം മറ്റൊരാൾക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ കമഴ്ത്തി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ 2 സൈഡും ചിറക് പോലെ ഈ 2 കുടങ്ങൾ പൊങ്ങി നിൽക്കും. 2 വിങ്സ് ആയിട്ട് ഇത് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ പോട്ട് വാട്ടർ വിങ്സ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് പോട്ട് വാട്ടർ എയ്ഡാണ്. പോട്ട് വാട്ടർ എയ്ഡ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് 2 കുടം വേണം. അതിൻ്റെ വായ്ഭാഗം മൂടിക്കെട്ടാൻ ആവശ്യമായ പ്ലാസ്റ്റിക് പേപ്പർ വേണം. പിന്നെ കുറച്ച് കയർ വേണം, 2-3 പിടി ചകിരി കയർ വേണം. അതുപോലെ 1.5 മീറ്ററെങ്കിലും 1 മീറ്റർ മുതൽ 1.5 മീറ്റർ നീളമുള്ള 2 മുളകൾ വേണം. 2 മുളയോ അതുപോലെയുള്ള 2 ഉറപ്പുള്ള കമ്പുകൾ വേണം. പോട്ട് വാട്ടർ എയ്ഡിന് നമ്മൾ 2 കുടം, ആ 2 കുടങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 കമ്പുകൾ. പിന്നെ വേണ്ടത് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂട്ടിക്കെട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കയറ് വേണം. ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലാഷിംഗ് ആണ്, അത് റൗണ്ട് ലാഷിംഗ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആർക്കാണോ ഇതിന് ഇടയിൽ കടക്കാൻ പറ്റുന്ന ആ ഒരു അകലത്തിലേക്ക് 2 കുടങ്ങളെയും വച്ചു. അതിനുശേഷം ആദ്യത്തെ കമ്പ് എടുക്കുന്നു. അതിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്ലോവിച്ച് ചെയ്തതിന് ശേഷം കുടത്തിനകത്ത് ഉൾവശത്താണ് നമ്മൾ ആദ്യത്തെ ക്ലോവിച്ച് എല്ലാത്തിലും ചെയ്യുക. ഉൾവശത്ത് ചെയ്തതിന് ശേഷം ഇതിനെ പതുക്കെ ടൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത കമ്പ് വെക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള കയറിൻ്റെ ഭാഗം നമ്മൾ നീളമുള്ള കയറിനോടൊപ്പം ചേർത്ത് മാരി ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ 2 കമ്പുകളെയും ചേർത്തുകൊണ്ട് റൗണ്ട് ലാഷിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് 6 റൗണ്ട്സ് 3 ഫ്രാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ 8 റൗണ്ട്സും 4 ഫ്രാപ്പിങ്ങുമാണ് ഇതിന് ഉപയോഗിക്കുക. 6 റൗണ്ട്സായി കഴിഞ്ഞാൽ ഈ റോപ്പ് ചുറ്റി കുടത്തെ ചുറ്റി ഇപ്പുറത്തെ ഭാഗത്ത് വന്നിട്ട് ഈ വശത്ത് എന്ത് ചെയ്യുന്നു, വീണ്ടും 6 റൗണ്ട്സ്.
നമ്മൾ 2 സൈഡിലായിട്ട് 6 റൗണ്ട്സ് വീതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ 3 ഫ്രാപ്പിംഗ് ഓരോ സൈഡും കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യം എവിടെയാണോ 6 റൗണ്ട്സ് വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് കയറ് ചുറ്റി 3 ഫ്രാപ്പിംഗ്. ഇവിടെ 3 ഫ്രാപ്പിംഗ് കഴിഞ്ഞാൽ അടുത്ത് ഇതിനെ മറ സൈഡിലോട്ട് കൊണ്ടുവരിക. ആ റോപ്പ് തന്നെ അവിടെ കെട്ടുകയെന്ന് അരുത്, നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെയും 3 ഫ്രാപ്പിംഗ്. 3 ഫ്രാപ്പിംഗ് ആയിക്കഴിഞ്ഞാൽ അവസാനം 2 സൈഡും ഈ പോർഷൻ കഴിഞ്ഞാൽ അവസാനം ക്ലോവിച്ചിൽ തന്നെ എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ബാക്കി വരുന്ന റോപ്പ് ഇതിലെ നമുക്കിങ്ങനെ ചുറ്റി വയ്ക്കുകയോ മുറിച്ച് മാറ്റുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ റൗണ്ട് ലാഷിങ് ചെയ്തു, ഇവിടെയും റൗണ്ട് ലാഷിങ് ചെയ്തു. ബാലൻസ് വന്ന റോപ്പ് ഈ 2 കമ്പുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റി ബാലൻസ് വരുന്ന കയറിനെ നമുക്ക് ഇവിടെ തന്നെ ഒരു ക്ലോവിച്ചോ ഹാഫ് ഈച്ചോ ഒക്കെ ഇട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇതിനെയാണ് പോട്ട് വാട്ടർ എയ്ഡ് എന്ന പേരിൽ ഒരു സ്വിമ്മിങ് ആൻഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആയിട്ട് പറയപ്പെടുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ കമഴ്ത്തി വച്ചതിന് ശേഷം ഇതിൽ നമ്മൾ നേരത്തെ കയറി കിടന്നത് പോലെ ഇങ്ങനെ കയറി കിടക്കാം. ഒരാൾക്ക് സുഖമായിട്ട് വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാം. ഡെറിക്കൻ നമ്മൾ സ്ക്വയർ ലാഷിംഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡെറിക്കൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടത് 2 കന്നാസ് വേണം, അതുപോലെ തന്നെ 2 കമ്പ് വേണം. 2 കമ്പ് ഏകദേശം 1.5 മീറ്റർ നീളമുള്ള 2 മുളം കമ്പുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പുകളോ ഉപയോഗിക്കാം. ഒരു 6 മീറ്റർ കൂടുതൽ നീളമുള്ള 4 കയറുകളാണ് ഇതിനാവശ്യം. 4 കയറുകൾ വേണം. ഇതിലും ഒരാൾക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ആരാണോ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൻ്റെ വീതിക്കനുസരിച്ച് 2 കേനുകളും വെക്കുക. അതിനുശേഷം നമ്മുടെ പോള് കറക്റ്റാ നോക്കുക, 2 സൈഡ് സ്പേസ് നോക്കി വെക്കുക. അതിനുശേഷം ഒരു പോളിൽ ഒരു ക്ലോവിച്ചിടുക. ക്ലോവിച്ചിട്ടതിന് ശേഷം ഒന്ന് മാരി ചെയ്യുക. മാരി ചെയ്തതിന് ശേഷം ഇതിനെ ഏകദേശം ഈ ഭാഗത്തായിട്ട് തെന്നിപ്പോകാത്ത രീതിയിൽ വെക്കുക. നമ്മൾ നേരത്തെ സ്ക്വയർ ലാഷ് ചെയ്യുന്ന അതേ മെത്തേഡിൽ ആദ്യം വേണ്ടത് 4 ചുറ്റാണ് വേണ്ടത്. ഓവർലാപ്പിംഗ് വരാതെ വണ്ണം ഇങ്ങനെ 4 ചുറ്റ് വരിക. അടുത്ത് വരേണ്ടത് ഫ്രാപ്പിംഗ് ആണ്. 4 ആയി കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും നമ്മൾ ചെയ്യുന്നത് ഇവിടെ ക്ലോവിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ക്ലോവിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അടുത്ത ബാരലെടുക്കുക. ഇത് വയ്ക്കുമ്പോൾ നമ്മൾ ആർക്കാണോ കിടക്കുന്ന ഏകദേശം ഒരു ചെസ്റ്റിൻ്റെ അകലം നോക്കുക. ഇതിങ്ങനെ ചുറ്റി വന്നതിന് ശേഷം ക്ലോവിച്ചായി. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അടിയിലൂടെ വരുന്ന റോപ്പാണെങ്കിൽ അത് അടുത്ത തടിയുടെയും അടിയിൽ നിന്ന് മാത്രമേ വരാവൂ. അതായത് ക്രോസിങ് വരാൻ പാടില്ല. ഈ ഡിവൈസസിൻ്റെ പേരാണ് ഡെറിക്കൻ. ഇതിപ്പോൾ 4 സ്ക്വയർ ലാഷിംഗ് ആണ് വന്നിട്ടുള്ളത്. 1, 2, 3, 4 ഇങ്ങനെ 4 സ്ക്വയർ ലാഷിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇത് വയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ. ഇതിൻ്റെ ക്യാപ്പ് ഭാഗം ഇതിപ്പോൾ മധ്യഭാഗത്താണ്. ക്യാപ്പ് ഭാഗം ഏത് വശത്താണോ വരുന്നത് ആ ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ വേണം ഡെറിക്കൻ ഉണ്ടാക്കാൻ. ഇതിങ്ങനെ വച്ചതിന് ശേഷം ഒരാൾക്ക് ഇവിടെ ഇത് ഈസി ആയിട്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് കൈയും കാലും അനക്കിയാൽ മാത്രം മതി. തളർന്നു പോകത്തൊന്നുമില്ല. ചെറിയൊരു ബാലൻസിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഇതിന് വെയിറ്റ് എത്ര ആയാലും 100 ആയാലും 120 ആയാലും അതൊരു വിഷയമേ അല്ല. നമുക്ക് പലതരത്തിലാണ് റാഫ്റ്റ് ഉണ്ടാക്കാം. മുളകൾ ഉപയോഗിച്ച് റാഫ്റ്റ് ഉണ്ടാക്കാം. ഡ്രമ്മും മുളയും കയറും ഉപയോഗിച്ച് റാഫ്റ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് പലകകൾ കിട്ടിക്കഴിഞ്ഞാൽ പലകയും അതുപോലെ കുറച്ച് മുളയും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ട്യൂബുകളും കിട്ടിക്കഴിഞ്ഞാൽ
നമുക്ക് ആ ട്യൂബിന് അകത്ത് എയർ നിറച്ചതിന് ശേഷം അതിന് മുകളിൽ കമ്പ് വെച്ച് കെട്ടി അതിന് മുകളിൽ പലവകൾ നിർത്തിയതിന് ശേഷം ആ ട്യൂബിൻ്റെ വെയിറ്റ് അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആൾക്കാരെ അതിലൂടെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇംപ്രൊവൈസ്ഡ് മെത്തേഡാണ് ചങ്ങാടം. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടോ, അതുപോലെയുള്ള ഫൈബർ ബോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിങ്കി പോലെയുള്ള ഉപകരണങ്ങളാണ്. ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഡ്രമ്മോ എന്തെങ്കിലും വയ്ക്കുന്ന സമയത്ത് അതിനൊരു ക്യാപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുകൾ ഭാഗത്തായിട്ട് തന്നെ നമ്മളത് അറേഞ്ച് ചെയ്യണം. എന്തെങ്കിലും ചോർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയുകയും ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ അപകടം ഉണ്ടാകാതെ നമുക്ക് മറ്റ് സുരക്ഷിത മാർഗ്ഗങ്ങളിലോട്ട് മാറുവാനും സാധിക്കും. 4 ഡ്രമ്മുകളും മുഖാമുഖം ഈ ഡ്രമ്മിൻ്റെ ഈ ഇന്നർ ഭാഗത്തായിട്ട് വേണം ഈ ക്യാപ്പുകൾ വരേണ്ടത്. 4 ക്യാപ്പും അഭിമുഖമായിട്ട് തന്നെ വരേണ്ടത്. ഈ 2 ഡ്രമ്മുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ഈ 2 ഡ്രമ്മുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും. ഏകദേശം ഇവിടെ നിന്ന് ഒരു അരയടി മാറി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെയാണ് റണ്ണർ എന്ന് പറയുക. റണ്ണർ വയ്ക്കുന്നു. ഈ മുളയെയും അല്ലെങ്കിൽ ഈ റണ്ണറിനെയും ഈ ഡ്രമ്മിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്ക്വയർ ലാഷിംഗ് എന്ന് പറയുന്ന കെട്ടിലൂടെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇന്നർ പാർട്ടിലാണ് സ്ക്വയർ ലാഷ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ക്ലോ ഹിച്ച് എന്നാണ്. ക്ലോ ഹിച്ചിലൂടെയാണ്. ഈ റോപ്പിനെ കൈകൊണ്ട് പിടിച്ചു, അതിനെ ക്രോസ് ചെയ്ത് മുകളിലേക്കിട്ടു. ആ മുകളിലേക്കിടുമ്പോൾ ഈ റോപ്പും തമ്മിലുള്ള ഗ്യാപ്പുണ്ട്. ഈ 2 റോപ്പിൻ്റെയും ഇടയിലൂടെ നമ്മൾ ആ റോപ്പ് വലിച്ച് ഇതിനെ 2 ഭാഗത്തേക്കും വലിച്ചാൽ മാത്രമേ ഇത് ടൈറ്റ് ആവൂ. ഇതിനാണ് ക്ലോ ഹിച്ച് എന്ന് പറയുക. ഈ ക്ലോ ഹിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ ചുറ്റിയെടുക്കും. മാരി ചെയ്തതിന് ശേഷം പതുക്കെ ഏതെങ്കിലും ഒരു സൈഡിലൂടെ ചുറ്റി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് ഭാഗത്തൂടെയാണോ റോപ്പ് പോകുന്നത് ആ ഭാഗത്തൂടെ ആയിരിക്കണം ഈ സൈഡും വരേണ്ടത്. ഒരിക്കലും ക്രോസിങ് പാടില്ല. അതായത് ഇതുവഴി റോപ്പ് പോവുകയും ഇതുവഴി എടുക്കുകയും ചെയ്യരുത്. ഇതുവഴി താഴേക്ക് പോകുന്ന റോപ്പ് അതിനെ ചുറ്റി തിരിച്ച് ഈ ഭാഗത്തു കൂടെ തന്നെ എടുക്കുക. അപ്പോൾ ഇതിൽ അടിയിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുകൂടിയാണ്, ഇതിന് അകത്തുകൂടി വരണം. ഇതിന് പറയുന്ന ടേൺസ് എന്നാണ്. ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേര് ടേൺസ് എന്നാണ്. ഇത് ഇങ്ങനെ 4 ടേൺസ് ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ നമ്മൾ 2 റോപ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന് 2നും തുല്യ വണ്ണമാണ്. അങ്ങനെ തുല്യ വണ്ണമുള്ള 2 റോപ്പുകളെ തമ്മിൽ കെട്ടുന്നതിന് നമ്മൾ പറയുന്ന പേര് റീഫ് നോട്ട് എന്നാണ്. ഈ ഡ്രമ്മിനെ ചുറ്റിക്കൊണ്ട് 4 ടേൺസ് ആയിട്ടുണ്ട്. ഈ ടേണുകളെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും 4 ഫ്രാപ്പിംഗ്, ഇതിന് പറയുന്ന പേര് ഫ്രാപ്പിംഗ് എന്നാണ്. ഇവിടെ നമുക്ക് ക്ലോ ഹിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഈ ലാഷിങ്ങിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ക്ലോ ഹിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോ ഹിച്ചിൽ തന്നെ അവസാനിക്കും. ഇപ്പോൾ ഒരു ഭാഗം ബന്ധിപ്പിച്ച് കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ ഭാഗവും സ്ക്വയർ ലാഷിങ്ങിലൂടെ ബന്ധിപ്പിക്കേണ്ടതാണ്. ഫസ്റ്റ് സ്റ്റേജായിട്ടുള്ള ഡ്രമ്മും റണ്ണറും തമ്മിൽ സ്ക്വയർ ലാഷിങ്ങിലൂടെ ഇവിടെ ബന്ധിപ്പിച്ച് കഴിഞ്ഞു. ഈ 2 സെക്ഷനെ ബന്ധിപ്പിച്ചുകൊണ്ട് 4 പോളുകൾ വെക്കും. ആ പോളുകളെ ട്രാൻസം എന്നാണ് പറയുക. ആ ട്രാൻസമിനെ ഈ പറയുന്ന റണ്ണറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കെട്ട് സ്ക്വയർ ലാഷിംഗ് തന്നെയാണ്. ഇത് റണ്ണർ ഇവിടെ ഡ്രമ്മുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ റണ്ണറുമായിട്ടാണ് ഈ ട്രാൻസം ബന്ധിപ്പിക്കേണ്ടത്. ആയതിനാൽ റണ്ണറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ക്ലോ ഹിച്ചിടുന്നത്. ക്ലോ ഹിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്തു, മാരി ചെയ്തു. മാരി ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ടേൺസ് 4 ടേൺസ് തന്നെയാണ് ഇടുന്നത്. ഫസ്റ്റ് സ്റ്റേജ് റണ്ണർ ചെയ്തു, 2 ട്രാൻസം ചെയ്തു. അത് കഴിഞ്ഞാൽ ഇനി ഡക്ക് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ നമ്മളിവിടെ തയ്യാറാക്കുകയാണ്. ഇപ്പോൾ 4 ഡ്രമ്മേ ഉള്ളത് കൊണ്ട് നമുക്ക് 3 എണ്ണം മതി. അത്യാവശ്യം 3 ഡിസ്ട്രിബ്യൂട്ടർ വെച്ച് അറേഞ്ച് ചെയ്യുകയാണ്. ഇതിനെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറെ ട്രാൻസമുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് സ്ക്വയർ ലാഷിംഗ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 3 ഡിസ്ട്രിബ്യൂട്ടറാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡെക്കി പ്ലാറ്റ്ഫോമാണ് ഇനി നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഡിസ്ട്രിബ്യൂട്ടർ ഉള്ളതിനാൽ 3 പേര് ഈ 3 ഡിസ്ട്രിബ്യൂട്ടറിനെ അഭിമുഖമായിട്ട്, ഇപ്പോൾ 3 ഡിസ്ട്രിബ്യൂട്ടറിന് സൈഡിലായിട്ട് ഇവിടെ നിന്നതിന് ശേഷം
ഈ കയറുപയോഗിച്ച് ഒരു ക്രോസ് ലാഷിംഗ് പോലെ ഒരു ക്ലോയിച്ചിട്ട് ഒന്ന് മാരി ചെയ്തതിന് ശേഷം ഈ തടിയെ രണ്ടിനെ, അതായത് നമ്മൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറെയും ട്രാൻസമിനെയും ഒന്ന് ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്നേക്ക് ലാഷിംഗ് ആരംഭിക്കുകയാണ്. നമ്മൾ സ്നേക്ക് ലാഷിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പോൾ വെച്ച്, അതായത് പ്ലാറ്റ്ഫോം നിർമ്മാണത്തിന് വേണ്ട പോൾ വെച്ചു. പോളിൻ്റെ മുകളിലൂടെ ഡിസ്ട്രിബ്യൂട്ടറിന് അടിയിൽ കൂടെ എടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇവിടെ സ്നേക്ക് ലാഷിംഗ് ചെയ്തു തീർന്നു. അതായത് പ്ലാറ്റ്ഫോം പൂർത്തീകരിച്ചു. ഇനി ഇത് തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലോ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഡെക്കിൻ നിർമ്മാണം നടത്തിയതിന് ശേഷം നമ്മൾ ഇതിനെ ഏകദേശം ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഡ്രമ്മുകളുടെ കപ്പാസിറ്റി 800 കിലോ ആണെങ്കിൽ ആ 800 കിലോയിൽ നിന്ന് നമ്മൾ ഡക്കിംഗ് വരെയുള്ള, അതായത് റണ്ണർ മുതൽ ഡക്കിംഗ് വരെയുള്ള ഭാരം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എത്ര കിലോ ആണോ അതിൻ്റെ അനുസരിച്ച് ആനുപാതികമായിട്ടാണ് ആൾക്കാരെ അതിൽ ലോഡ് ചെയ്യുന്നത്. വെള്ളപ്പൊക്ക സമയത്തോ അല്ലാതെയോ ഒരു പുഴയിലോ നദിയിലോ അകപ്പെട്ടു പോയ ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റോപ്പോ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു കൊടുക്കാം. അങ്ങനെ റോപ്പ് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടി കൈ വഴുതിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് എടുക്കുന്ന റോപ്പ് അതിന് കുറച്ച് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 48 മീറ്റർ മുതൽ 60 മീറ്റർ നീളം ഉള്ള റോപ്പും അതിന് 1.5 ഇഞ്ച് വണ്ണവുമാണ് വേണ്ടത്. അതിൻ്റെ ഒരു എൻഡ് ഏകദേശം 1.5 മീറ്റർ ലെങ്ത്തിലോട്ട് എടുക്കുക. ആ ലെങ്ത്തിൽ എടുത്തതിന് ശേഷം ഈ റോപ്പ് ഇങ്ങനെ മടക്കി വെക്കുക. 1.5 മീറ്റർ ലെങ്ത് എടുത്തു, അതിനുശേഷം മടക്കി വെച്ചു. അതിനുശേഷം ഈ പോയിൻ്റ് 6 ഇഞ്ച് കണത്തിൽ പിടിക്കുക. 6 ഇഞ്ച് മാറ്റി പിടിക്കുക. ഈ റോപ്പ് മടക്കി ഇതിനെ ചുറ്റുക. ആദ്യത്തെ വേണം ഒന്ന് ക്രോസ് ചെയ്യുക. അതിനുശേഷം വരുന്നത് കറക്റ്റ് അടുക്കടുക്കായിട്ട് ഇങ്ങനെ ചുറ്റിപ്പോവുക. ചുറ്റിപ്പോയതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഈ ഒരു തമ്പിനോട്ട് വരുന്ന ഭാഗം ഈ ഹോളിനകത്തൂടെ കയറ്റുക. കയറ്റിയതിന് ശേഷം ഈ താഴോട്ട് വരുന്ന റോപ്പ് പതുക്കെ എന്ത് ചെയ്യുക, പിടിച്ച് ടൈറ്റ് ചെയ്യുക. ലൈഫ് ലൈനായിട്ട് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന ഈ ഒരു റോപ്പ്, ഈ ഒരു മെത്തഡ് കെട്ടിട്ട് കഴിഞ്ഞാൽ ഇതിന് പറയുന്നത് ഹെവിങ് ലൈൻ എന്നാണ്. ഇത് നമ്മൾ മാത്രമല്ല, ഈ 48 മുതൽ 60 മീറ്റർ നീളമുള്ള റോപ്പിനെ നമ്മളിങ്ങനെ മടക്കിയാണ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 1/3 ഭാഗം ഒരു കൈയിലോട്ട് മാറ്റുക. റോപ്പിൻ്റെ 1/3 ഭാഗം നമ്മൾ എറിയാനുള്ള, നമ്മൾ ഏത് കൈ കൊണ്ടാണോ എറിയാൻ ഉദ്ദേശിക്കുന്നത് ആ കൈയിലോട്ടും ബാക്കി 2 ഭാഗം സപ്പോർട്ടിങ് ഹാൻഡിലും വെക്കുക. ഇത് എറിയേണ്ടുന്നത് നമ്മൾ സ്റ്റെപ്പ് എടുത്തതിന് ശേഷം എറിയുകയാണ് വേണ്ടത്. എറിയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു എൻഡ്, ഈ പോർഷൻ നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒന്ന് ചവിട്ടി പിടിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ പ്രത്യേകം മടക്കി വയ്ക്കുകയോ ചെയ്യുക. ബാക്കി ഭാഗം എറിയുന്നതോടൊപ്പം തന്നെ പോർഷൻ കയ്യിൽ നിന്ന് വിട്ടു കൊടുക്കുക. ഇത് എത്ര ലെങ്താണോ അത്രയും ലെങ്ത്തിൽ ഇത് പോവുകയും ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക് ഉള്ളതിനാൽ ഒരു കാരണവശാലും ഇളകി പോകത്തും